നമസ്കാരം കൂട്ടുകാരെ, ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നത്തോലി പീരയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഈ നത്തോലിയെ തന്നെ കൊഴുവ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ എനിക്ക് കിട്ടിയത് കുറച്ച് വലിയ കൊഴുവയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്ന കൊഴുവ. ഇതിന് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് പറയണം. നത്തോലി എന്നുള്ളൊരു പേര് എനിക്കറിയാം, മറ്റേതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെങ്കിൽ കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവയിലേക്ക് നമുക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും അതോടൊപ്പം തന്നെ കീറി വെച്ച 2 കഷ്ണം പുളിയാണ് കേട്ടോ, കുടംപുളിയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. കൊഴുവപ്പീരയ്ക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയെ ചെറുതാക്കി അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ തന്നെ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് ചേർക്കണം, പക്ഷെ അത് അവസാനം ചേർത്താൽ മതി. അതൊന്ന് ചതച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അതുപോലെ ഒരു 3 പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഉള്ളി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ചതച്ചെടുത്ത നാളികേരത്തിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അതാ ഇത്രയും ഉള്ളിയാണ് ചേർക്കുന്നത്, ചെറിയ ഉള്ളി. ഇത് കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി കൂടി ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ മീൻ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് ഒരല്പ സമയം ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ആവിയിലൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഒരല്പ സമയം മാത്രം നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ആ പാകത്തിന് ഉപ്പും എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അതിന് ശേഷം ഇത് മൂടിയൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതുവരെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൽ അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വേപ്പിലയും ഇട്ടിട്ട് ഇറക്കാം കേട്ടോ. ഇത് സാധാരണയായിട്ട് ചെറിയ കൊഴുവയാണ് പീര വയ്ക്കാൻ ഏറ്റവും നല്ലത്. പക്ഷേ പീര വയ്ക്കുന്നത് കൊഴുവ മാത്രമല്ല, ചിലർ മത്തി അതായത് ചാള കൊണ്ടൊക്കെ മീൻ പീര വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ സാധാരണയായിട്ട് കൊഴുവ കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത്. വേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ മീൻ പീര ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം, അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.